വെൽക്കം ഡിയർ ലോ ആസ്പിരൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ലീഗൽ എന്ന ഏരിയയിലെ ഒരു സ്പെസിഫിക് ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. 2025 വിവിധമായ ലോ എൻട്രൻസ് പരീക്ഷകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ ചിലതിൻ്റെയൊക്കെ ഡേറ്റ്സ് വന്നു കഴിഞ്ഞു, പരീക്ഷയായി. സോ യു ഹാവ് ടു ബി വെരി ഫോക്കസ്ഡ്. അപ്പോൾ 2025 പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ച് ജോബ് സെക്യൂർ ലോ എവിഡൻസിൽ തുടങ്ങി. വെരി ഹാപ്പി, വെരി ഗ്ലാഡ്. നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ആ ഫസ്റ്റ് വീക്കിൽ തന്നെ ഫുള്ളായിട്ട് ജോബ് സെക്യൂർ ഈസ് മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ബാച്ച് ഓഫ് ക്രാഷ്. മുൻ വർഷങ്ങളിൽ നമ്മളുടെ കൂടെ നിന്ന കുട്ടികളുടെ അവരുടെ റിസൾട്ടുകൾ തന്നെയായിരിക്കാം ഈ വർഷം നമ്മളുടെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഫസ്റ്റ് ബാച്ച് ഓപ്പൺ ഫുള്ളാവാനുള്ള കാരണം. സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ലീഗലിലെ ഒരു സ്പെസിഫിക് ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അതായത് ടോർട്ടിലെ എല്ലാ ഏരിയയിലേക്കൊന്നും പോകാൻ നമ്മൾ നോക്കുന്നില്ല. ടോർട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം രണ്ട് ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ചോദ്യങ്ങൾ 120 ആയപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നും വരുന്ന സ്പെസിഫിക് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വേരി ചെയ്യും. നമുക്ക് 70 ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ ടോർട്ടിൽ നിന്നൊക്കെ 6-7 ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ വന്നാൽ തന്നെ നമുക്കത് മിസ്സാവരുത്. ഇങ്ങനെ പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന കൃത്യമായ ആൻറ്റിസിപ്പേറ്റഡ് സ്ട്രാറ്റജീസാണ് ജോബ് സെക്യൂർ ലോ എമിനൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണണം. ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഫോർ എ ഡീപ്പർ കോച്ചിങ്, ഓഫ് കോഴ്സ് വെൽക്കം ടു അവർ സെക്കൻഡ് ബാച്ച്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം, ടോർട്ട് എന്ന ഏരിയയിൽ ജനറൽ ഡിഫൻസസ്. അപ്പോൾ നേരെ തന്നെ ജനറൽ ഡിഫൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നാം. ഇറ്റ്സ് ക്വൈറ്റ് ഒബ്വിയസ്. അപ്പോൾ ടോർട്ടിൻ്റെ ബേസിക് തിയറി ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കോമ്പണൻറ്റ് നമ്മളുടെ മെറ്റീരിയൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, ക്ലാസ്സിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ കണ്ടാൽ തന്നെ ജനറൽ ഡിഫൻസസ് എന്ന് പറയുന്നതിൽ ഒരു ഏരിയയെങ്കിലും നിങ്ങൾക്ക് കുട്ടികൾക്ക് യൂസ്ഫുൾ ആവണം, മനസ്സിലാവണം. ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ടോർട്ടിൽ ഒരു ഡിഫൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എ പറയുന്നു, എനിക്ക് ബി കാരണം എനിക്കൊരു നഷ്ടമുണ്ടായി. ഔട്ട് ഓഫ് ദ നെഗ്ലിജൻസ് ഓഫ് ബി, എ സഫേർഡ് എ ലോസ്. ഇതാണ് എയുടെ ക്ലെയിം. അപ്പോൾ ബി എ ഔട്ട്റൈറ്റ് ആയിട്ട് വന്നിട്ട് എന്നാൽ പിന്നെ ഞാൻ അതിന് നഷ്ടപരിഹാരം തരാമെന്ന് പറയില്ലല്ലോ. ബി എന്ത് ഉന്നയിക്കും? ചില മറുവാദങ്ങൾ ഉന്നയിക്കും. ഇത് ഞാൻ കൊടുക്കേണ്ടതില്ല, കാരണം എൻ്റെ ഭാഗത്ത് നെഗ്ലിജൻസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇതിൽ കോമ്പൻസേഷൻ കൊടുക്കാൻ ബൗണ്ട് അല്ല, ബിക്കോസ് ഓഫ് സർട്ടൻ റീസൺസ്. അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ ജനറൽ ഡിഫൻസസ് എന്ന് പറയുക. വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ കുറേ തിയറി പഠിക്കുന്നത് കൊണ്ട് ലോ എൻട്രൻസ് കോച്ചിങ്ങിൽ അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് അത്ര റെലവൻ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ എട്ട് ജനറൽ ഡിഫൻസാണ് ടോർട്ടിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ഉന്നയിക്കാൻ സാധ്യതയുള്ള 8 മറുവാദങ്ങൾ. അപ്പോൾ ബി പറയുന്നു, ഞാൻ കോമ്പൻസേഷൻ തരണ്ട, കാരണം അവിടെ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന പ്രിൻസിപ്പിൾ ആണ് ഉന്നയിക്കുന്നത്. മറ്റേ ആൾ സമ്മതിച്ചിട്ടാണ് ഞാൻ ഈ ആക്ട് ചെയ്തത്, അതുകൊണ്ട് ആ ഇഞ്ചുറിക്ക് ഞാൻ ലയബിൾ അല്ല. രണ്ടാമത്തതിൽ പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ. പ്ലെയിൻറ്റിഫാണ് തെറ്റുകാരൻ, ഞാനല്ല. അതുകൊണ്ട് പ്ലെയിൻറ്റിഫിൻ്റെ റോങ്ഫുൾ ആക്ട് കൊണ്ടാണ് അയാൾക്ക് ഇഞ്ചുറി ഉണ്ടായത്. അതിനെ എന്നെ ലയബിൾ ആക്കരുത്. സോ ദിസ് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഹൗ ജനറൽ ഡിഫൻസസ് ആർ റേസ്ഡ്. ഇതാണ് അവർ ഉന്നയിക്കുന്നത് മറുവാദം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 8 ജനറൽ ഡിഫൻസുകൾ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 എണ്ണം നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതാണ് മനസ്സിലാക്കുന്നത്. 3 ഡിഫൻസുകൾ സ്പെസിഫിക് ആയിട്ട് ഞാനിതിൽ പറയും. ഓക്കെ, അപ്പോൾ ഡിഫൻസുകൾ ഇതാണ്. അവിടെ കൺസെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ലയബിൾ അല്ല. രണ്ടാമത്തത്, ഈ കേസ് കൊടുത്ത അയാൾ തന്നെയാണ്, അയാളുടെ ഭാഗത്താണ് ഫോൾട്ട്, അതുകൊണ്ട് ഞാൻ ലയബിൾ അല്ല. മൂന്നാമത്തത്, ഇതിൽ എനിക്കൊരു റോളുമില്ല, ഒരു അൺനാച്ചുറൽ അൺകൺട്രോളബിൾ ഇവൻ്റ് കൊണ്ടാണ് ഈ ഡാമേജ് സംഭവിച്ചത്, അതാണ് ആക്ട് ഓഫ് ഗോഡ്. ഇനെവിറ്റബിൾ ആക്സിഡൻസ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അപകടം ആണ് അവിടെ സംഭവിച്ചത്, എൻ്റെ നെഗ്ലിജൻസ് അല്ല. പ്രൈവറ്റ് ഡിഫൻസ്, ആത്മരക്ഷാർത്ഥം ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ഒരു കോമ്പൻസേഷന് ലയബിൾ അല്ല. 6th വൺ ഈസ് മിസ്റ്റേക്ക്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇൻറ്റൻഷൻ റെലവൻ്റ് അല്ല. അപ്പോൾ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള ഒരു പ്രിമിസസ് ആണ്. നെസസിറ്റി, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ അത് അത്യന്താപേക്ഷിതമായിരുന്നു, ഒഴിച്ചുകൂടാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ചെയ്തത്. ആൻഡ് 8th വൺ ഈസ്, ഞാൻ ഈ ആക്ഷൻ ചെയ്തത് ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ പിൻബലത്തോടു കൂടിയാണ്. ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സണൽ ആക്ട്. ഞാനൊരു സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷനാണ് ഡിസ്ചാർജ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ലയബിൾ അല്ല.
ഇതാണ് 8 ജനറൽ ഡിഫൻസുകളുള്ളത്. അതിലൊരു 3 നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കാം. അപ്പോൾ നേരത്തെ കണ്ട 8 ഡിഫൻസുകളിൽ ഒരെണ്ണമാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ. ഇതിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വരാമെന്ന് ഞാനൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയയുടെ അർത്ഥം എന്ത്? വെൻ യു ഹാവ് കൺസെൻറ്റഡ് ഫോർ സംതിങ് വോളണ്ടറിലി യു കനോട്ട് ക്ലെയിം എ കോമ്പൻസേഷൻ ഔട്ട് ഓഫ് എൻ ഇഞ്ചുറി ഫ്രം ദാറ്റ് ആക്ഷൻ. അപ്പോൾ അതിലൊരു സിമ്പിൾ സംഗതിയാണ്, നിങ്ങളതിന് സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന അതിൻ്റെ നാച്ചുറൽ കോൺസിക്വൻസ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, വെൻ യു ഇൻവൈറ്റ് സംബഡി ടു യുവർ ഹൗസ് യു കനോട്ട് സ്യൂ ഹിം ഫോർ ട്രസ്പാസ്. ഈ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എ ബിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഇഫ് ബി ഈസ് എൻ്ററിങ് ദ ഹൗസ് ഓഫ് എ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് എ, അത് ട്രസ്പാസ് എന്ന ഒരു ടോർട്ടിലേക്ക് നയിക്കുന്ന ഒരു ആക്റ്റാണത്. അനുവാദമില്ലാതെ കയറി വരുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ മറ്റേ ആളുടെ ഇതിലേക്ക് തെറ്റി കയറിപ്പോയാൽ പോലും ട്രസ്പാസ് ആവും. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് എ പറയുന്നത് എന്താ, ബി എൻ്റെ വീട്ടിലേക്ക് ട്രസ്പാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കോമ്പൻസേഷൻ ചോദിക്കുന്നു. ആർക്കെതിരെ? ബിക്കെതിരെ. പക്ഷേ ബി പറയുന്നത് എന്താ, എ ഹാഡ് കൺസെൻറ്റഡ്, എ എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്, അതിലാണ് ഞാൻ കയറുന്നത്. മറ്റൊരു ഉദാഹരണമാണ്, നമ്മളൊരു ബോക്സിംഗ് മത്സരത്തിൽ പേര് കൊടുത്ത് അതിൻ്റെ നിയമാവലികൾ വായിച്ചു നോക്കി കൺസെൻറ്റ് ചെയ്തിട്ട് ബോക്സിങ്ങിൽ പങ്കെടുക്കുന്നു. സ്വാഭാവികമായിട്ടും ബോക്സിങ്ങിൻ്റെ ഭാഗമായി ഇടി കൊണ്ടു എന്ന് പറഞ്ഞിട്ട് എതിരാളിക്കെതിരെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കൺസെൻറ്റ് മേക്സ് ലോ, കൺസെൻറ്റ് മേക്സ് ജസ്റ്റ്. നിങ്ങൾ വളണ്ടറിലി സബ്മിറ്റ് ചെയ്ത ഒരു ആക്ഷനിൽ അതിൽ നിന്നുണ്ടാവുന്ന ഇഞ്ചുറിക്ക് കോമ്പൻസേഷൻ കിട്ടില്ല. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു മാക്സിമാണിത്. അതിലെ ഒരു ഫേമസ് കേസാണ് ഹാൾ വേഴ്സസ് ബ്രൂക്ക്ലാൻഡ് ഓട്ടോ റേസിംഗ് കമ്പനി ക്ലബ്. ഇതിലെ സമാനമായ കോണ്ടെക്സ്റ്റുകൾ തന്നുകൊണ്ട് ലീഗൽ റീസണിങ്ങിൽ ചോദ്യം വരാം. മുൻ വർഷങ്ങളിൽ 5ഓളം ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരും. അപ്പോൾ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി എന്ന പ്രിൻസിപ്പിൾ മനസ്സിലായാൽ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായാൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് സ്ട്രാറ്റജൈസ് ചെയ്തുകൊണ്ട് ഈവൻ ടഫായിട്ട് ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻ വരെ നമ്മുടെ കുട്ടികൾക്ക് ശരിയാവുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഹാൾ വേഴ്സസ് ബ്രൂക്ക്ലാൻഡ് ഓട്ടോ റേസിംഗ് കമ്പനിയിൽ ഒരു കാർ റേസിംഗ് നടക്കുന്ന മത്സരം കാണാൻ ഒരാൾ ടിക്കറ്റ് എടുത്ത് കയറി. അപ്രതീക്ഷിതമായ ആ കാർ റേസിങ്ങിൻ്റെ നടുവിൽ ഒരു കാറ് പൊട്ടിത്തെറിച്ച് അതിൻ്റെ ടയർ അല്ലെങ്കിൽ ആ കാറിൻ്റെ പാർട്സ് ഇയാളുടെ മേത്ത് വീണു. അപ്പോൾ ഇയാൾ അതിൽ നിന്നുണ്ടായ ഇഞ്ചുറിക്ക്, അതിൽ നിന്നുണ്ടായ അയാൾക്ക് പറ്റിയ ഷോക്കിനും ഒക്കെ അയാൾ കോമ്പൻസേഷൻ ചോദിച്ചു. അപ്പോൾ കോടതി പറഞ്ഞത് എന്താണ്, നമ്മളൊരു മത്സരം കാണാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ പോസിബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസുകൾക്ക് നിങ്ങൾ ഓൾറെഡി സമ്മതിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ക്രിക്കറ്റ് കാണാൻ പോയി, ധോണി ഒരു 6 അടിച്ചു, നമ്മളെ മുഖത്ത് വന്ന് വീണു, എനിക്ക് പരിക്ക് പറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സംഘാടകരോടോ ധോണിയോടോ കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒരു ക്രിക്കറ്റ് കളിയുടെ സ്വാഭാവികമായ ഭാഗമാണ് ഗാലറിയുടെ ഇരിക്കുന്ന ഒരാളുടെ മേത്ത് ബോൾ വന്ന് വീഴുക. അപ്പോൾ ഈ ഒരു കേസിലാണ് നിങ്ങൾ ഒരു നാച്ചുറൽ കോൺസിക്വൻസസിന് സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കോമ്പൻസേഷൻ ചോദിക്കാൻ അർഹതയില്ല എന്നുള്ള വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ പ്രിൻസിപ്പിൾ ഇവോൾവ് ചെയ്തത്. രണ്ടാമത്തെ ഒരു ഡിഫൻസ് നമുക്കൊന്ന് ഇലാബറേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ നോക്കാം. ഇതിലെന്താ പറയുന്നത്, പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ. പ്ലെയിൻറ്റിഫാണ് ദ റോങ് ഡൂവർ. അതിൻ്റെ ഒരു ലീഗൽ മാക്സിമാണ് എക്സ് ടോപ്പി കോസ നോൺ ഓറിറ്റോർ ആക്ഷിയോ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നമ്മൾ കടിക്കുന്ന ഒരു നായയുള്ള പറമ്പിലേക്ക് അല്ലെങ്കിൽ സൂവിൽ പോയിട്ട് നമ്മൾ സിംഹമുള്ള കൂട്ടിലേക്ക് കൈയിട്ടു, സിംഹം വന്ന് നിങ്ങളെ മാന്തി. അപ്പോൾ സൂ നടത്തിപ്പുകാരനോട് നമ്മൾ കോമ്പൻസേഷൻ ചോദിച്ചാൽ എന്താണ് പറയുക? ഇൻസ്പൈറ്റ് ഓഫ് ഗിവിങ് ഇനഫ് വാർണിംഗ്, ഇൻസ്പൈറ്റ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് നോട്ട് ടു എൻ്റർ ബിയോണ്ട് ദിസ് പോയിന്റ്, അത് ചാടിക്കടന്ന് ഇയാളാണ് ആ ഡേഞ്ചറിനെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ പ്ലെയിൻറ്റിഫ് ദ ഡൂവർ, നോ കോർട്ട് വിൽ എയ്ഡ് എ പേഴ്സൺ ഹു ഫൗണ്ട്സ് ഹിസ് കോസ് ഓഫ് ആക്ഷൻ അപ്പോൺ എൻ ഇമ്മോറൽ ഓർ എൻ ഇല്ലീഗൽ ആക്ട്. അപ്പം അനുവാദമില്ലാത്ത അപ്പുറത്തേക്ക് ചാടിക്കടക്കുന്നതോടുകൂടി അയാൾ എന്താ ചെയ്യുന്നത്? ഒരു ഇല്ലീഗൽ ആക്റ്റാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ എനിക്ക് ഉണ്ടായ ഇഞ്ചുറിക്ക് കാരണക്കാരനായി ഞാൻ മറ്റേ ആളോട് നഷ്ടപരിഹാരം ചോദിക്കുന്നതിലെ ഒരു ഇല്ലോജിക്കൽ പാർട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ? നമ്മൾ സമയത്തിന് അപേക്ഷ കൊടുത്തില്ല,
ഓക്കെ. എന്നിട്ട് നമ്മൾ പറയുകയാണ് എനിക്ക് ഇന്ന പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. അത് ടോട്ടൽ വരുന്നതല്ല. യുവർ സിവിൽ റൈറ്റിൽ വരുന്നതാ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറയാ, ഞങ്ങൾ അയാളുടെ അവസരം നിഷേധിച്ചതല്ല. സമയത്തിന് അപേക്ഷിക്കാത്ത കുഴപ്പം അയാൾ തന്നെയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് പ്ലെയിന്റിഫ് ദ റോങ് ഡൂവറിൽ വരുന്നത്. അപ്പൊ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കാൻ പാടില്ല എന്നുള്ള ഒരു തത്വം നിയമത്തിലുണ്ട്. അപ്പോൾ ഇഫ് യു ആർ ദ റോങ് ഡൂവർ, നിങ്ങളായിരുന്നു ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ഒരു രസകരമായ ഇതൊക്കെ എന്താണ് ഈ പിറ്റ്സ് വേഴ്സസ് ഹണ്ട് എന്ന കേസൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു തരുന്നത് എന്തിനാണ്? ഇതേ കേസ് വരില്ല. പക്ഷേ സമാനമായ ഫാക്ട്സുകൾ തന്നിട്ട് ലീഗൽ റീസണിങ് ക്വസ്റ്റ്യനിൽ വരാം. അപ്പോൾ പിറ്റ്സ് വേഴ്സസ് ഹണ്ടിൽ എന്താണ് ഉണ്ടായത്? ബൈക്ക് ഓടിക്കുന്ന 16 വയസ്സുകാരനെ ബാക്കിലിരിക്കുന്ന പില്യൺ റൈഡർ എന്ത് ചെയ്തു? അയാൾ പറഞ്ഞു കുറച്ചുകൂടെ സ്പീഡിൽ വിട് എന്ന് പറഞ്ഞിട്ട് അയാളാണ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഫോർ വാട്ട്? മുന്നിലിരിക്കുന്ന ആളെ ഒരു റോങ് ഡൂവിന് ചെയ്യിക്കുന്നതിന് ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അപകടം സംഭവിച്ചു. അപ്പോൾ പില്യൺ റൈഡർ കോമ്പൻസേഷൻ ചോദിച്ചപ്പോൾ കോടതി എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയില്ല. ഈ ഒരു ഇഞ്ചുറിക്ക് കാരണമായ കോസ് ഓഫ് ആക്ഷൻ നിങ്ങൾ തന്നെയാണ് മൂട്ടിയത്. നിങ്ങൾ തന്നെയാണ് അതിന് വഴിവെച്ചത്. അതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാവില്ല. അപ്പം നേരത്തേത് വളണ്ടി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ, നിങ്ങൾ അതിന് അനുവാദം കൊടുത്തതാണ്. രണ്ടാമത്തേത് നിങ്ങളാണ് കുഴപ്പക്കാരൻ, പിന്നെ നിങ്ങൾക്ക് എന്തിന് നഷ്ടപരിഹാരം എന്നുള്ളത്. അതാണ് മലയാളത്തിൽ ഇതിലൊരു സിമ്പിൾ വൺ ലൈനർ. നിങ്ങൾ തന്നെ കുഴപ്പം ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ മറ്റേ ആളോട് നഷ്ടപരിഹാരം ചോദിക്കും? സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇഫ് യു ആർ ദ റോങ് ഡൂവർ, ദാറ്റ് ഫെലോ കനോട്ട് കം ആസ് എ പ്ലെയിന്റിഫ് ആൻഡ് ആസ്ക് ഫോർ കോമ്പൻസേഷൻ. മൂന്നാമത്തെ ഡിഫൻസ് നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ലാറ്റിൻ ടേമാണ് വിസ് മെജോർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ് മെജോർ എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് ഗോഡ്, എൻ ആക്ഷൻ ഫ്രം ദ മെജോർ എന്ന് പറഞ്ഞാൽ പരമശക്തൻ ആയ ഞാനല്ല ഉത്തരവാദി, ഇത് എൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ് അറൈസിങ് ഔട്ട് ഓഫ് എ നാച്ചുറൽ കലാമിറ്റി. അതായത് ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു നാച്ചുറൽ ഫോഴ്സസിൻ്റെ കലാമിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ആ ഡാമേജ് സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ ഉത്തരവാദിയല്ല എന്ന് എതിർകക്ഷി പറയുന്ന വാദമാണ് ആക്ട് ഓഫ് ഗോഡ്. അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കേസാണ് നിക്കോൾസ് വേഴ്സസ് മാർസലാൻഡ്. ഇപ്പോൾ ആക്ട് ഓഫ് ഗോഡിൽ അല്ലെങ്കിൽ നെഗ്ലിജൻസ് എന്ന് പറയുന്ന പ്രിമിസസ് എപ്പോഴും ഓർമ്മയിൽ വേണം. നെഗ്ലിജൻസിൻ്റെ മുകളിലാണ് ടോർട്ടിൽ എല്ലാ ചോദ്യങ്ങളും കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ നെഗ്ലിജൻ്റ് ആയിരുന്നോ എന്നുള്ള കോടതിയുടെ ചോദ്യത്തിനാണ് അല്ല സർ, ഞാൻ നെഗ്ലിജൻ്റ് അല്ല, കാരണം അത് അയാൾ സമ്മതിച്ച ഒരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്തത്. രണ്ടാമത് ഞാനല്ല നെഗ്ലിജൻ്റ്, ഈ നഷ്ടപരിഹാരം ചോദിച്ച ആൾ തന്നെയാണ് നെഗ്ലിജൻ്റ്. മൂന്നാമത്തതിൽ പറയുന്നത് എൻ്റെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസ് അല്ല, ഇത് ഒഴിച്ചുകൂടാനാകാത്തൊരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. അപ്പോൾ നിക്കോൾസ് വേഴ്സസ് മാർസലാൻഡിൽ ഒരാൾ അയാളുടെ പറമ്പിൽ, വലിയ ഏക്കർ കണക്കിന് പറമ്പിൽ എന്ത് ചെയ്തു? ഒരു നാച്ചുറൽ ലേക്ക് ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ അൺയൂഷ്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അയാൾ അവിടെ സ്റ്റോർ ചെയ്തു. ഒരു ഫ്ലഡിൻ്റെ ഭാഗമായിട്ട്, ഒരു ഹെവി റെയിൻഫാൾ ലീഡിങ് ടു എ ഫ്ലഡിൻ്റെ ഭാഗമായിട്ട് ആ കനാലിൻ്റെ ബണ്ട് പൊട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള കൃഷിയിടങ്ങളൊക്കെ ഒലിച്ചു പോയതിൽ അടുത്തുള്ള വെൻ ദറ്റ് ക്ലെയിം വാസ് റേസ്ഡ്, എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്ന് നിക്കോൾസ് ആവശ്യപ്പെട്ടപ്പോൾ കോടതി ആദ്യമായിട്ടാണ് ആക്ട് ഓഫ് ഗോഡ് എന്നതിനെ കൃത്യമായിട്ടൊന്ന് നിർവചിച്ചത്. കോടതി പറഞ്ഞത് ഇവിടെ എതിർകക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച കൊണ്ടല്ല, അയാളുടെ നിരുത്തരവാദിത്വം കൊണ്ടല്ല, അയാളുടെ ഒരു പോസിറ്റീവ് ആക്ഷൻ കൊണ്ടല്ല ഈ അണക്കെട്ട് പൊട്ടിയിട്ട് വെള്ളം അടുത്ത പ്രദേശത്തേക്ക് ഒഴുകിയത്. ഇത് അസാധാരണമായ ഒരു ഫ്ലഡിലൂടെയാണ് ഉണ്ടായത്. അപ്പോൾ മൈ ഫ്രണ്ട്സ്, ഞാനിതിൽ 3 കേസുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇതേ കേസ് ചോദിക്കും എന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്കൊരു ഇലിസ്ട്രേഷൻ ബേസ്ഡ് ലീഗൽ റീസൺ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, സമാനമായൊരു പ്രിൻസിപ്പിളാണ്. ഇവിടെ ഒരു തടാകം വെച്ചതാണെങ്കിൽ മറ്റൊടുത്ത് ഡേഞ്ചറസ് എക്സ്പ്ലോസീവ്സ് വെച്ചതായിരിക്കാം. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് കണക്ട് ചെയ്തിട്ട് ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ 3 ഡിഫൻസുകൾ മാത്രമാണ് നമ്മൾ ഇതിലിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളൂ. എല്ലാ ഡിഫൻസും ബൈ ഹാർട്ട് പഠിക്കൽ പോസിബിൾ അല്ല. ഇത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് റിസോഴ്സസ് ജോബ് സെക്യൂർ ലോ എമിനൻസ് ടീമിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. യൂട്യൂബിൽ ഇത്തരം ഫർദർ വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എ ഡേ സീരീസ് പോലെയുള്ള ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുക. ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു കോൺസെപ്റ്റ് ഒക്കെ 2 3 മിനിറ്റുകൾക്കുള്ളിൽ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഒന്നുകിൽ വിസ്മേജറിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആക്ട് ഓഫ് ഗോഡിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നാൽ കുട്ടിക്ക് എഴുതാൻ പറ്റുന്നത്, പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. സോ അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസിന് യു ആർ ഓൾവേസ് വെൽക്കം ടു ജോബ് സെക്യൂർ ടീം. നമ്മുടെ സെക്കൻഡ് ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. സോ ഫോർ ഫർദർ ഡീറ്റെയിൽസ് കോൺടാക്ട് us. Wherever you are preparing, prepare with the best and get into the best law colleges in the country. All the best.